എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു വ്യാപാര കരാർ ഒപ്പിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ നാണക്കെടും. കാരണം ഇന്ത്യ അമേരിക്കയെ കൂസാക്കാതെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിറന്നാൾ ആശംസ അറിയിക്കാൻ വിളിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോൺ എടുത്ത് സംസാരിക്കുന്നു. അതിനുശേഷം നമ്മൾ തമ്മിലുള്ള ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് പുതിയ ഉയരങ്ങളിലേക്ക് പോകും എന്ന് അദ്ദേഹം പറയുന്നു. ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ നമുക്ക് വേണ്ടിയുള്ള വ്യാപാര കരാർ, അതായത് അമേരിക്ക നമുക്ക് തരാമെന്ന് പറഞ്ഞ വ്യാപാര കരാറിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. ഇത് ഭാഗികമായി മുടങ്ങിപ്പോയിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർഷക വിപണി ഇന്ത്യ തുറന്നു കൊടുക്കാൻ തയ്യാറായില്ല, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഇങ്ങോട്ടേക്ക് ഇറക്കാൻ തയ്യാറായില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോഴിതാ അമേരിക്കയ്ക്ക് ചെറിയൊരു ആശ്വാസം ഇന്ത്യ കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഒരു വലിയ തീരുമാനം ഇന്ത്യ എടുത്തിരിക്കുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്ക് RP-81 മാരിടൈം പെട്രോൾ വിമാനങ്ങൾ കൂടി നൽകാനുള്ള ഒരുക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി US പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള ഒരു ഉന്നത പ്രതിനിധി സംഘം ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഈ കരാർ അന്തിമമാക്കുന്നതിനായി നിരവധി യോഗങ്ങൾ ആരംഭിച്ചു. സ്രോതസ്സുകൾ പ്രകാരം ഈ ഇടപാടിന് $4 ബില്യൺ, ഏകദേശം 33,320 കോടി രൂപയാണ് വില വരുന്നത്. ഇതിനായി 3-4 ദിവസങ്ങൾക്കുള്ളിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ നിരവധി യോഗങ്ങൾ നടക്കും. ഈ കരാർ ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ ശേഷി പല മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും കരാർ അന്തിമമാക്കാനുള്ള തത്രപ്പാടിലാണ് നിലവിൽ അമേരിക്കൻ പ്രതിനിധി സംഘം. സെപ്റ്റംബർ 14 മുതൽ 19 വരെ നടക്കുന്ന യോഗങ്ങളിൽ US പ്രതിരോധ വകുപ്പിൻ്റെയും ബോയിങ്ങിൻ്റെയും പ്രതിനിധികൾ ഉൾപ്പെടുന്നു. US പ്രതിനിധി സംഘത്തിൽ നേവി ഇന്റർനാഷണൽ പ്രോഗ്രാംസ് ഓഫീസർ, ഡിഫൻസ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ ഏജൻസി എന്നിവയിലെ ഉദ്യോഗസ്ഥരും വരുന്നു. ആഗോള പ്രതിരോധ പങ്കാളിത്തങ്ങളും സൈനിക ആയുധ വിൽപ്പനയും ഈ സംഘടനകൾ കൈകാര്യം ചെയ്യുന്നു. ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് നാവികസേനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. അതേസമയം USഉം ഇന്ത്യയും തമ്മിലുള്ള RP-81 വിമാനങ്ങളുടെ കരാർ അന്തിമമാകുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വർദ്ധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് വളരെ കാലമായി വിവിധ കാരണങ്ങളാൽ ചൈനീസ് യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തുടർച്ചയായി പ്രവേശിക്കുന്നുണ്ട്. ഈ വിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണവും അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷിയും വർദ്ധിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യക്ക് നിലവിലാകെ 12 P-8 വിമാനങ്ങളാണ് ഉള്ളത്. അത് വെച്ചാണ് ഇന്ത്യ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ P-81മായി ഇന്ത്യക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട്. ഇന്ത്യ മുമ്പ് 12 വിമാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 2009 8 എണ്ണവും 2016 4 എണ്ണവുമായിരുന്നു. 6 പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതിന് 2019 നവംബറിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2021 മെയ് മാസത്തിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് അംഗീകാരം നൽകിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.